കിക്കോ, ഈ ഫോർമുല എനിക്ക് തന്നെ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇപ്പൊ അവരെല്ലാം മാറി മാറി എന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ടോട്ടലി ജാമായി പോവുകയാണ്. സൂപ്പർ സ്പീഡോ, ആ കയറ് കട്ട് ചെയ്തിട്ട് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോ. അത്ര പെട്ടെന്ന് നിനക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല സൂപ്പർ സ്പീഡോ. ഇപ്പൊ നിന്റെ കാർ ഞാൻ തകർക്കും, നോക്കിക്കോ. 4 വശത്തോടെ സൂപ്പർ സ്പീഡോയെ അറ്റാക്ക് ചെയ്യൂ. എന്റെ ദൈവമേ, കീക്കോ സോളിഡ് പുഷപ്സ് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടോ? ഞാനത് അല്പം കഴിച്ചോട്ടെ. ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഡോഡോ, തുടർന്ന് കണ്ടോണ്ടിരിക്കേ. കീക്കോ ഓരോ ഫിംഗേഴ്സും മടക്കി വെക്കി നോക്കിക്കോ. അവസാനം അവൻ എങ്ങനെയാ പുഷപ്പ് ചെയ്യാമെന്ന് അറിയാമോ? അതൊരു ഒറ്റവാക്കിൽ പറയണമെങ്കിൽ ഒരുപക്ഷെ കീക്കോയ്ക്ക് 3 ഫിംഗറിൽ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ മുട്ട പൊട്ടിപ്പോകുന്നാ തോന്നുന്നത്. പക്ഷെ എനിക്കത്തരം ഒരു പേടിയും ഇല്ല. അത് 2 വാക്കിൽ പറയണമെങ്കിൽ നോ ടെൻഷൻ. കാരണം കീക്കോ ഒരിക്കലും ഒരു ജീവനെ നശിപ്പിക്കില്ല. ഷെടാ ട്വിങ്കിൾ ഉണ്ടോടോ, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ എന്റെ കോൺസെൻട്രേഷൻ ഡൈവേർട്ട് ആവുന്നു. വാ കീക്കോ, ഇത്തരം പുഷപ്സ് എടുക്കുന്നതിന് ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇൻക്രെഡിബിൾ. ഹലോ പോസ്റ്റ് മാസ്റ്റർ സാർ, ഞാൻ എല്ലാ ലെറ്ററും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണുള്ളത്? ആർസുവിന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ടല്ലോ. സിഗ്നൽ സൺസിറ്റിയുടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുനിന്നാണ് വരുന്നത്. നമ്മൾ ഉടൻ തന്നെ ആ സ്ഥലത്തേക്ക് ചെല്ലണം. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വേഗം പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ല്. അവിടെ ഉറപ്പായും എന്തോ പ്രശ്നമുണ്ട്. യെസ് ബ്രോ, നമ്മൾ ഉടൻ തന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്തേക്കാം. കള്ളന്മാര് പിടിക്ക്, അവരെ പിടിക്ക്. അല്ല, എന്ത് പറ്റി പോസ്റ്റ് മാസ്റ്റർ സാർ? അവർ ലെറ്റർ അല്ലേ എടുത്തുകൊണ്ടുപോയിരിക്കുന്നേ. അതിനെന്താ നിങ്ങൾ ഇത്രയ്ക്കും ടെൻഷൻ ആകുന്നേ? നല്ല കാര്യം അവന്മാർ എടുത്തുകൊണ്ടുപോയി. ഇനി എല്ലാ ലെറ്ററും അവന്മാർ തന്നെ ഡെലിവറി ചെയ്യട്ടെ. നിങ്ങളുടെ കാര്യം എളുപ്പമായില്ലേ? ഇത് കളി തമാശ അല്ല രമേശ്, നിനക്കറിയില്ല അതിലുള്ള എൻവലപ്പും ലെറ്റേഴ്സും എല്ലാം. പക്ഷേ അതിലത്തെ എൻവലപ്പിൽ ലെറ്റേഴ്സ് ഇല്ലെങ്കിൽ പിന്നെ അതിലെന്താ ഉള്ളത്? ഗുഡ് മോർണിംഗ് പോസ്റ്റ് മാസ്റ്റർ അങ്കിൾ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കീക്കോ, സൂപ്പർ സ്പീഡോ, കൃത്യസമയത്താണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. കുറച്ചു മുമ്പ് 4-5 കള്ളന്മാര് കാറിൽ വന്ന് ഈ വാനിലുണ്ടായിരുന്ന എല്ലാ ലെറ്റേഴ്സും കൊണ്ടുപോയി. വേഗം ചെന്ന് അവരെ പിടിക്ക്. അത്രയുള്ളൂ കാര്യം. ഡോണ്ട് വറി. ഇപ്പൊ തന്നെ ആ ലെറ്റർ കള്ളന്മാരെ ഞങ്ങൾ പിടിച്ച് അവരെ ഒരു പാഠം പഠിപ്പിക്കാതെ ഞങ്ങൾ വിടില്ല.
ഹലോ മേയർ സർ, ഒരു പ്രശ്നമുണ്ടായിരിക്കുക. നിങ്ങൾ ഉടനെ എനിക്ക് മീറ്റ് ചെയ്യണം. സൂപ്പർ സ്പീഡോ, ആ കാർസ് ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അവരെ തടഞ്ഞു നിർത്ത്. ഫോർമുല നമ്പർ 23 അപ്ലൈ ചെയ്യേ. യെസ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 23. ഇപ്പൊ ആ കാറുകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 37. ബോസ്, സൂപ്പർ സ്പീഡോ ആകാശത്ത് പറന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോണ്ട് വറി, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പുറകിൽ തന്നെയുണ്ട്. നമ്മളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ ഹൈവേക്ക് തന്നെ ചെല്ല്. ഞാൻ സൂപ്പർ സ്പീഡിനെ നോക്കിക്കോളാം. സോറി കീക്കോ, ആരോ പുറകിൽ നിന്ന് റോക്കറ്റ് വെച്ച് അറ്റാക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ആ 4 കാറുകളും നമുക്ക് മുമ്പിലുള്ളപ്പോ നമ്മളെ ആരായിരിക്കും അറ്റാക്ക് ചെയ്തത്? ഈ റോഡ് നേരെ ഹൈവേയിലേക്ക് ചെന്നെത്തുന്നത്. സൂപ്പർ സ്പീഡോ, വേഗം ഓട്ടോ റിപ്പയർ ചെയ്തിട്ട് അവരെ ഫോളോ ചെയ്യേ. കീക്കോ, കണ്ണെത്തും ദൂരം വരെ ആ കാറുകൾ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മൾ വന്ന വഴിക്ക് അവര് ടേൺ ചെയ്ത് പോയിട്ടുണ്ടാവും. ആദ്യം നമുക്ക് ലെറ്റേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് കണ്ടെത്തണം. എന്ന് വെച്ചാൽ എല്ലാ ലെറ്ററും അവർ അടിച്ചു മാറ്റി കൊണ്ടുപോയോ? മമ്മി, എനിക്കൊരു കാര്യമോ മനസ്സിലാവാത്തത്. ആ ലെറ്റേഴ്സിൽ എന്താ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ളത്? അത് മോഷണം പോയെന്ന് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും വിഷമിക്കുന്നല്ലോ. മേയർ സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവരോട് സത്യം അങ്ങ് തുറന്നു പറഞ്ഞേക്കാമെന്നാണ്. അതിലുള്ള എൻവലപ്പിലൊക്കെ നോർമൽ ലെറ്റർ അല്ല, പക്ഷേ സ്വർണം കൊണ്ടുള്ള ലെറ്ററുകളാണ്. സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയ letters-ഓ? അയ്യോ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ലെറ്റർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എനിക്ക് തോന്നുന്നത് ആ ലെറ്റേഴ്സിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവാമായിരിക്കും. അതുകൊണ്ടായിരിക്കും അതിനെ ഗോൾഡൻ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഞാനൊരല്പം കഴിച്ചോട്ടെ. അല്ല, ഇതിൽ വേറെ എന്തോ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നേ. മേരങ്കിൾ, ഒന്ന് വിശദമായി പറയോ? കീക്കോ, അത് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൺസിറ്റിക്ക് സ്വർണം, അതായത് ഗോൾഡ് വാങ്ങിച്ചോണ്ട് വരികയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഗോൾഡിനെ ഗ്രീറ്റിംഗ് കാർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു വെച്ചതായിരുന്നു. പക്ഷേ നിങ്ങളുടെ പോസ്റ്റൽ വാനിൽ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ എന്തിനാണ് ഗോൾഡ് ഇങ്ങോട്ടേക്ക് അയച്ചു വെച്ചത്? ഞാൻ വിചാരിച്ചത് സാധാരണ ലെറ്റേഴ്സ് പോലെ ഞാൻ ആ ഗോൾഡിനെ പോസ്റ്റൽ വാനിൽ വെച്ച് രഹസ്യമായി കൊണ്ടുവരാന്ന് കരുതി. അത് രഹസ്യമായിരിക്കും, ആരും അറിയില്ല എന്നും കരുതി. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും വാനിൽ കുറെ സെക്യൂരിറ്റി അയച്ചിരുന്നെങ്കിൽ കാണുന്ന എല്ലാവർക്കും സംശയം തോന്നും. മേരങ്കിൾ, പോസ്റ്റൽ വാനിൽ സ്വർണം വരുന്ന കാര്യം അങ്കിളിനല്ലാതെ മറ്റാർക്കാണ് അറിയാവുന്നത്? ഈ കാര്യത്തെക്കുറിച്ച് വെറും 2 പേർക്ക് മാത്രമേ അറിയൂ, ഞാനും ഈ നിൽക്കുന്ന പോസ്റ്റ് മാസ്റ്ററും. അപ്പോ ഇത് അടിച്ചു മാറ്റിയത് നിങ്ങൾ തന്നെയാണോ സാറേ?
രതീഷ്, ഞാനൊന്നും അത് അടിച്ചു മാറ്റിയിട്ടില്ല. എനിക്കിപ്പോ തോന്നുന്നത് നീ ആയിരിക്കും അത് മോഷ്ടിച്ചത്. ഞാനല്ല, നിങ്ങളായിരിക്കും. നിങ്ങളാണ്. ഒരു മിനിറ്റ്, ദയവായി നിങ്ങൾ വഴക്കിടാതെ സമാധാനിക്ക്. ഒരുപക്ഷെ ഇതായിരിക്കും സംഭവിച്ചത്. മറ്റാർക്കെങ്കിലും സ്വർണത്തിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. വേറെ ആരറിയാനാ? ഒരുപക്ഷെ ആ വാൻ ഡ്രൈവറിന് മനസ്സിലായിട്ടുണ്ടാവും. ആര്? നമ്മുടെ രമേശോ? ഇല്ല കീക്കോ, രമേശ് വളരെ നല്ലവനാ. പിന്നെ ബാക്കിയുള്ളത് പോസ്റ്റ് മാസ്റ്റർ അങ്കിൾ, പിന്നെ ആ ഡ്രൈവർ രമേശ് അങ്കിൾ, റൈറ്റ്? മത്തങ്ങി മുഴുവനായിട്ട് ചോറിൽ ഒളിപ്പിക്കാൻ പറ്റില്ല. തണ്ണിമത്തനെ ചെളിക്കകത്ത് മറച്ചു വെക്കാൻ പറ്റില്ല. കാലിറ്റി സർ, എന്തൊരു ഡയലോഗോ പറഞ്ഞിരിക്കുന്നേ. ഞാൻ നോട്ട് പാഡിൽ നോട്ട് ചെയ്തേക്കാം സർ. സർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം അദ്ദേഹത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയെന്നാ. നാളെ ഹൈവേയിൽ ടോൾ ക്രോസ് ചെയ്തതിന് ശേഷം ആരും ഇല്ലാത്തപ്പോ 100 kgsന്റെ ഗോൾഡിന്റെ ഡീല് നടക്കാൻ പോവുക പറയുന്നേ. മേരങ്കിൾ, ആ പോസ്റ്റൽ വാനിൽ മൊത്തം എത്ര കിലോ സ്വർണമുണ്ടായിരുന്നു? 100 kgs. മമ്മി, സൺസിറ്റിയുടെ ഗോൾഡിനെ എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടെടുക്കൂ. ചട്പട്ട് അങ്കിൾ, ടോൾ ഗേറ്റിൽ ചെന്ന് ടൈറ്റ് സെക്യൂരിറ്റി ഏർപ്പാടാക്ക്. ബാക്കി കാര്യം ഞാനും സൂപ്പർ സ്പീഡോയും നോക്കിക്കോളാം. ബ്രോ, പക്ഷെ ആദ്യം നമ്മളിപ്പോ ആ ബുള്ളറ്റ് കാർസിനെ ഡീൽ ചെയ്യാനായിട്ട് ഒരു ഐഡിയ ചെയ്യണം. സ്വർണം മൊത്തം എന്റെ കയ്യിലായി കഴിഞ്ഞു. ഇനി ലൈഫ് വേറെ ലെവലാണ്. ബോസേ, ഇപ്പൊ നമ്മൾ ഈ സ്വർണം സൺസിറ്റിയിൽ നിന്ന് എങ്ങനെയാ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? ഇപ്പൊ സൺസിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോകാനുള്ള ഹൈവേ ടോൾ ഗേറ്റിൽ ഹൈ സെക്യൂരിറ്റി ഇട്ട് കാണും. അവർ ഏത് തരം കള്ളനായാലും ശരി, ഏത് വഴിക്ക് വന്നാലും ശരി, ടോൾ ഗേറ്റിൽ വെച്ച് ഈസിയായി ഞാൻ അവനെ പിടിക്കും. ഈ ടോൾ ഗേറ്റിലൂടെ ആരും അറിയാതെ ഈ സ്വർണം കൊണ്ടുപോകാൻ എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഇരിപ്പുണ്ട്. സ്വർണം ഇപ്പൊ എന്റെ കയ്യിലാണ്. എന്റെ ലൈഫ് ഇനി വേറെ ലെവലാണ്. ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ. വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അവിടെ ടോൾ ഗേറ്റിൽ ഹൈ സെക്യൂരിറ്റിയോടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. പക്ഷെ ഞാൻ ഇവിടെ വേറെ റൂട്ടിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. ഈ റൂട്ടിൽ ആരും വന്നു പോകാറില്ല. അതുകൊണ്ട് ഇവിടെ ഒരു സെക്യൂരിറ്റിയും ഇല്ല. സ്വർണം ഇപ്പൊ എന്റെ കയ്യിലാണ്. എന്റെ ലൈഫ് ഇനി വേറെ ലെവലാണ്. ഗുഡ് മോർണിംഗ് രമേശ് അങ്കിൾ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യുന്നേ? സൺസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് പോവാൻ 2 വഴികളേ ഉള്ളൂ. ഒരു സൈഡിൽ ചട്പടാങ്കിൾ ടോൾ ഗേറ്റിൽ ടൈറ്റ് സെക്യൂരിറ്റി വെച്ച് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അടുത്ത സൈഡിൽ ഞാനും സൂപ്പർ സ്പീഡോയും. ഈ ട്രക്കിനകത്ത് അങ്ങനെ എന്താ ഉള്ളത്? അത് പിന്നെ ഒന്നുമില്ലതേ. ഞാൻ പറഞ്ഞു വന്നത് അതിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലെന്നാ. ഞാനൊരു ട്രക്ക് ഡ്രൈവർ. എന്റെ ജോലി അവര് പറയുന്ന സ്ഥലത്തേക്ക് വണ്ടി കൊണ്ടുപോയി ചേർക്കണം, അത്ര തന്നെ. കീക്കോ, എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് ഈ ട്രക്ക് എവിടെ വെച്ചോ കണ്ടതുപോലെയാണ്. പക്ഷെ ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. കിട്ടിപ്പോയി, ഓർമ്മ വന്നു. ഈ ട്രക്കിനെ തന്നെയാണ് ഞാൻ ഹൈവേയിൽ വെച്ച് കണ്ടത്. ആ സമയത്ത് നമ്മൾ ബുള്ളറ്റ് കാറിനെ ഫോളോ ചെയ്യുകയായിരുന്നു. രമേശ് അങ്കിൾ, പ്ലീസ് ഒരു തവണ ആ ട്രക്ക് ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കാണിക്കോ? ഇല്ല കീക്കോ, എനിക്കത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ പോളിസിയാണ്. എന്റെ ജോലി അവർ പറയുന്ന സ്ഥലത്തേക്ക് ട്രക്ക് കൊണ്ടുപോയി ചേർക്കുക എന്നതാണ്. ഒരുപക്ഷെ ഞാനത് ഓപ്പൺ ചെയ്താൽ അവർ അതിന് പകരം എനിക്കൊരു ഫൈൻ ചാർജ് ചെയ്യും. എന്നാ ശരി, അത് ഓപ്പൺ ചെയ്യാതെ തന്നെ അതിനകത്ത് എന്തുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തിക്കൊള്ളാം. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 35. വൈ നോട്ട് ബ്രോ? ഞാനിപ്പോ തന്നെ ഫോർമുല 35 ആക്ടിവേറ്റ് ചെയ്തിട്ട് ട്രക്ക് മുഴുവനും സ്കാൻ ചെയ്തേക്കാം. ഷെടാ, ഇതിനകത്ത് അതേ ബുള്ളറ്റ് കാർസ് ആണല്ലോ ഉള്ളത്. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 32 എന്നിട്ട് ലോക്ക് ബ്രേക്ക് ചെയ്തേക്ക്.
ഫോളോ ചെയ്യ്. കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോ, നിങ്ങൾ കാരണം എന്റെ മനസമാധാനം പോയിരിക്കുകയാണ്. സൂപ്പർ സ്പീഡോ, ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 172. ഗുഡ് ഐഡിയ കീക്കോ. ഫോർമുല നമ്പർ 172. കൂട്ടുകാരെ, എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സേഫായി എസ്കേപ്പ് ആവാൻ നമുക്ക് ആവശ്യം ആദ്യം ആ കീക്കോയെയും സൂപ്പർ സ്പീഡോയെയും എങ്ങനെയെങ്കിലും ഒതുക്കണം. ഞങ്ങളെ നീ വലയിൽ കുടുക്കി വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നീ കണ്ടോ, എല്ലാവരും ഒന്നിച്ച് അറ്റാക്ക് ചെയ്യൂ. കീക്കോ, ഈ ഫോർമുല എനിക്ക് തന്നെ ഒരു തിരിച്ചടിയായിരിക്കുകയാണ്. ഇപ്പൊ അവരെല്ലാം മാറി മാറി എന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ അറ്റാക്ക് കാരണം എന്റെ സിസ്റ്റം ടോട്ടലി ജാമായി പോവുകയാണ്. സൂപ്പർ സ്പീഡോ, ആ കയറ് കട്ട് ചെയ്തിട്ട് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആയിക്കോ. അത്ര പെട്ടെന്ന് നിനക്ക് എസ്കേപ്പ് ആവാൻ പറ്റില്ല സൂപ്പർ സ്പീഡോ. ഇപ്പൊ നിന്റെ കാർ ഞാൻ തകർക്കും, നോക്കിക്കോ. 4 വശത്തോടെ സൂപ്പർ സ്പീഡോയെ അറ്റാക്ക് ചെയ്യൂ. ആ കാറുകൾ ഹൈവേ വഴി ടോൾ ഗേറ്റിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അവരെ ഫോളോ ചെയ്ത് പോയേ പറ്റൂ. വേഗം ഓട്ടോ റിപ്പയർ ചെയ്യേ. ആ 4 കാറുകളും ടോൾ ഗേറ്റ് ക്രോസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അവരെ തടഞ്ഞു നിർത്താൻ ആക്ടിവേറ്റ് ഫോർമുല നമ്പർ 74. യെസ് ബ്രോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 74. ഷടാ, ഇതെന്താ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഫോളോ ചെയ്ത് വരുന്നത്? കാരണം നിങ്ങൾ തന്നെയാണ് സൺ സിറ്റിയുടെ ഗോൾഡ് മുഴുവനും അടിച്ചു മാറ്റിയത്. ഞങ്ങൾ അടിച്ചു മാറ്റിയത് നിങ്ങൾ ആരെങ്കിലും ഇല്ല, കണ്ടായിരുന്നു? പക്ഷെ നിങ്ങൾ ആരും തന്നെ സ്വർണം അടിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഓടി ഒളിക്കുന്നത്? ഞങ്ങൾ റേസിംഗ് ഡ്രൈവേഴ്സ് ആണ്. ഇന്ന് സൺസിറ്റിക്ക് പുറത്ത് ഒരു റേസ് നടക്കാനിരിക്കുക. ഞങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അതെയോ? ഓക്കെ, നിങ്ങളുടെ കാർ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. അതിനുള്ള പെർമിഷൻ തരുമോ? അപ്പൊ എന്താ സത്യം എന്ന് മനസ്സിലാവും. നന്നായി ചെക്ക് ചെയ്തോളൂ. ഇതിനകത്ത് എവിടെയും ഗോൾഡ് ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഗോൾഡ് എവിടെ പോയി? കീക്കോ, ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് മനസ്സിലായില്ലേ? ഇനി ഞങ്ങൾ പോകാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റേസിൽ പങ്കെടുക്കാൻ ലേറ്റ് ആകും. ഈഷ്കിക്കോ, നമ്മൾ വിചാരിച്ചതുപോലെ ഇവരുടെ കയ്യിൽ ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇവരെ അങ്ങ് വിട്ടേക്കാം. ഓക്കെ, സൂപ്പർ സ്പീഡോ, ഗ്ലൂ റിമൂവ് ചെയ്തിട്ട് ഇവരെ അയച്ചേക്ക്. നീ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ആ 4 കാറും റേസിംഗിന് വേണ്ടി സൺസിറ്റി വിട്ട് പുറത്തു കൊണ്ടുപോവുക. ഒരു മിനിറ്റ് രമേശ് അങ്കിൾ, ആ കാര്യം നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? കാറിനകത്ത് ട്രക്കുള്ള കാര്യം നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത്?
ട്രക്കിനകത്ത് എന്താ ഉള്ളെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 92 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ കാർസിനെ ബ്ലോക്ക് ചെയ്യേ. ആ ചെറിയ കാർസിനെ ഒരുപാട് കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് സൂപ്പർ സ്പീഡോയുടെ ടേൺ ആണ്. ഇന്നലെ വരെ കാറിന്റെ സീറ്റ് കവേഴ്സ് ബ്രൗൺ കളറിലായിരുന്നു. ഇപ്പൊ ബ്ലാക്ക് കളർ ആണല്ലോ, അതും പുത്തൻ പുതിയ സീറ്റ് കവേഴ്സ്. അയ്യോ അയ്യോ, ഇവന്മാര് മൊത്തം സ്വർണം ഉരുക്കിയെടുത്ത് കാറിന്റെ സീറ്റ് പോലെ വെച്ച് എസ്കേപ്പ് ആവാൻ നോക്കിയതാ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു രമേശ്, ഇതിനെല്ലാം കാരണം നീയാണെന്ന് എനിക്കറിയായിരുന്നു. ആ സ്വർണം മൊത്തം എനിക്ക് സ്വന്തമാണ്. എന്റെ ലൈഫ് ഇപ്പൊ വേറെ ലെവലാണ്. നിന്റെ സംശയം ശരിയാണ് കീക്കോ. പക്ഷെ നീ എന്നെ എല്ലാവരുടെ മുന്നിലും വെച്ച് എക്സ്പോസ് ചെയ്ത് വളരെ വലിയ തെറ്റാണ് ചെയ്തത്. ഏതായാലും നീ തെറ്റിയത് കഴിഞ്ഞു. അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചല്ലേ പറ്റൂ. ആ സ്വർണം എനിക്ക് സ്വന്തമായില്ലെങ്കിൽ അത് ആർക്കും സ്വന്തമാകാൻ ഞാൻ വീടില്ല. ഇപ്പൊ ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 4 മിസൈൽസും ആ കാറുകളെ ചുട്ടേരിക്കും. ആ ഗോൾഡ് മൊത്തം എനിക്കാണ് സ്വന്തം. പിന്നെ എന്റെ ലൈഫ് വേറെ ലെവലാണ്. ഞാൻ വിരിച്ചു വെച്ച വലയിൽ നീ തേടി വന്ന് കുടുങ്ങിപ്പോയത് കണ്ടോടാ. മനസ്സിലായോ എങ്ങനെയുണ്ട് എന്റെ കളി? എന്നുവെച്ചാൽ സർ, ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. രമേശ് അങ്കിൾ, നിങ്ങൾ നേരും നിറയും ഫോളോ ചെയ്തപ്പോ നിങ്ങൾ നല്ലവനായിരുന്നു. അത്യാഗ്രഹം കാണിച്ച ആ നിമിഷം മുതൽ തുടർച്ചയായി നീ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നേരും നിറയും മറന്നൊന്നും ചെയ്യരുത്. ശരിയാണ് പറഞ്ഞത് കീക്കോ സൂപ്പർ സ്പീഡോ. താങ്ക് യു സോ മച്ച്. ഇന്ന് നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീരധീര കൃത്യങ്ങൾ ചെയ്ത് സൺസിറ്റിക്ക് സ്വന്തമായ സ്വർണങ്ങളെ കള്ളന്മാരുടെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്.